നമ്മൾ ചാപ്റ്റർ 14 ആണ് ഡിസ്കസ് ചെയ്യാൻ പോണേ. പ്രൊവിഷൻ ഓഫ് പ്യുവർ വാട്ടർ ആൻഡ് എയർ ഇൻ ദ സ്കൂൾ. എങ്ങനെ നമ്മൾ പ്യുവർ ആയിട്ടുള്ള വെള്ളവും പ്യുവർ ആയിട്ടുള്ള എയറും ഒരു സ്കൂളിൽ ഉറപ്പുവരുത്താം എന്നുള്ളത്. പ്യുവർ വാട്ടറും എയറും കുട്ടികളുടെ ഡെവലപ്മെൻറ്റ്, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഓൾസോ ഫോർ ദ ഹെൽത്ത് ഇറ്റ് ഈസ് വെരി നെസസറി അല്ലേ. പ്യുവറായിട്ടുള്ള വെള്ളം കിട്ടിയാലാണ് അസുഖങ്ങളൊന്നും ഇല്ലാതിരിക്കുക. അതേപോലെ എയറും നല്ല പ്യുവർ ആണെങ്കിലാണ് അസുഖങ്ങളൊന്നും കാര്യമായിട്ട് പിടിക്കാതെ പ്രോപ്പർ ഗ്രോത്തൊക്കെ സംഭവിക്കുള്ളൂ. അപ്പം അതിന് എന്തൊക്കെ നമുക്ക് ചെയ്യാം എന്നുള്ളതാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. ഫസ്റ്റ് തന്നെ വന്നതിൽ അത് വെൻറ്റിലേഷനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്കൂളിൽ അത്യാവശ്യം സ്പേസ് വേണം അല്ലേ, നല്ല എയർ വരാനും ചീത്ത എയർ പുറത്തേക്ക് പോകാനും. നല്ല എയർ വരിക, ചീത്ത എയർ പുറത്തേക്ക് പോവുക. അതേപോലെ വെള്ളം നമ്മൾ പ്രോപ്പറായിട്ടുള്ള നല്ല വെള്ളം എന്ന് വെച്ചാൽ ബാക്കിയുള്ള സീവേജ് വെള്ളം അല്ലെങ്കിൽ വേസ്റ്റ് വെള്ളം ഒന്നും കലരാത്ത നല്ല പ്യുവർ വാട്ടർ കിട്ടാനുള്ള പ്രൊവിഷൻസ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ എയർ നന്നാവാൻ വേണ്ടിയിട്ടുള്ള മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ വെൻറ്റിലേഷനാണ്. വെൻറ്റിലേഷൻ എന്താണെന്ന് നമുക്ക് പറയാം. വെൻറ്റിലേഷൻ ഇസ് പ്രോസസ് ബൈ വിച്ച് ദ പ്രോഡക്ട്സ് ഓഫ് റെസ്പിറേഷൻ ആൻഡ് കമ്പസ്റ്റൻ ആർ റിമൂവ്ഡ് ഫ്രം ആൻ എൻക്ലോസ് സ്പേസ് ആസ് ഫോർ എക്സാമ്പിൾ എ റൂം ബൈ സപ്ലൈ ഓഫ് ഫ്രഷ് എയർ. അപ്പോൾ നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ എങ്ങനെയാണ്, ശ്വാസം എടുത്തു ഓക്സിജൻ കയറി പുറത്തേക്ക് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് കൊടുക്കണം. ഇപ്പം നമ്മളൊരു റൂമിൽ ധാരാളം ആൾക്കാരുണ്ട്, പക്ഷേ ആ റൂമിന് ജനലകളൊന്നുമില്ല. ആൾക്കാർ ശ്വാസം എടുക്കുന്നു, പുറത്തേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്ത് വിടുന്നു. കുറച്ച് നേരം കഴിയുമ്പോൾ ഈ ഓക്സിജൻ്റെ അളവ് ആ റൂമിൽ കുറയും, അത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് ധാരാളമായിട്ട് കൂടും. അപ്പോൾ എന്താ സംഭവിക്കുക, ഈ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുന്ന ഈ കാർബൺ ഡൈ ഓക്സൈഡ് തന്നെ വേറെ ഓക്സിജൻ നമുക്ക് വേറെ കിട്ടാതെയാവും. അപ്പോൾ അതേസമയം ഒരു ജനലയോ അല്ലെങ്കിൽ അങ്ങനെ വെൻറ്റിലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലുള്ള എയർ പുറത്തേക്ക് പോയി പുറത്തുനിന്ന് ഫ്രഷ് എയർ കയറാനുള്ള നമ്മൾ പ്രൊവിഷൻ ഉണ്ടെങ്കിൽ അവിടെ നല്ല പ്രോപ്പർ ഓക്സിജൻ നമുക്ക് ഉറപ്പ് വരുത്താം. അപ്പോൾ ഇതാണ് ഏകദേശം. അപ്പോൾ എൻക്ലോസ്ഡ് ഏരിയയിൽ നമ്മൾ പുറത്തേക്കുള്ള ഒരു ഔട്ട്ലെറ്റ്, പുറത്തുനിന്ന് നല്ല ഫ്രഷ് എയർ കിട്ടാനുള്ള നമ്മൾ ഇത് ഉറപ്പ് വരുത്തണം. ഓക്കെ. In other words, it is the removal of dilution of air which has become warm, moist and stagnant by air which is drier, cooler and circulating. അപ്പോൾ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് കലർന്ന വെള്ളം എയർ എങ്ങനെയായിരിക്കും, വാം ആയിരിക്കും, മോയിസ്റ്റ് ആയിരിക്കും, സ്റ്റാഗ്നൻ്റ് ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമല്ല നമ്മൾ വെള്ളത്തിൻ്റെ കണികകളും കൂടി പുറത്തേക്ക് പോകുമ്പോൾ വാട്ടർ വേപ്പേഴ്സും പുറത്തേക്ക് പോകും. പിന്നെ അതേപോലെ കുറച്ചും കൂടി വെയിറ്റുള്ള എയർ അങ്ങനെ പറയും. ഓക്കെ. അപ്പോൾ അതാണ് പുറത്തേക്ക് പോകുന്നത്. അതേസമയം അത് മാറ്റിയിട്ട് നമ്മൾ കുറച്ചും കൂടി ഡ്രൈ ആയിട്ടുള്ള കുറച്ചും കൂടി കൂളറായിട്ടുള്ള സർക്കുലേറ്റിംഗ്, പുറത്തുനിന്ന് വരുന്ന സർക്കുലേറ്റിംഗ് എയർ വരുത്താനുള്ള മാർഗ്ഗങ്ങൾ നമ്മൾ കണ്ടുപിടിക്കാം. ദിസ് പ്രോസസ് ഓഫ് എക്സ്ചേഞ്ച് ഇസ് നോൺ ആസ് ഇൻറ്റേർണൽ വെൻറ്റിലേഷൻ. ഇതിനെയാണ് ഇൻറ്റേർണൽ വെൻറ്റിലേഷൻ എന്ന് പറയാം. ബട്ട് ടു അഡ്മിറ്റ് ഫ്രഷ് പ്യുവർ എയർ ഇൻ ടു ദ ഹൗസ് ഇറ്റ് ഇസ് നെസസറി ദാറ്റ് ദ ഔട്ട്സൈഡ് എയർ ഷുഡ് ബി ക്ലീൻ. ഇൻസൈഡ് എയർ ക്ലീൻ ആക്കാനുള്ള പരിപാടിയാണ് ഇൻറ്റേർണൽ വെൻറ്റിലേഷൻ. പക്ഷേ ഇൻറ്റേർണൽ വെൻറ്റിലേഷൻ സംഭവിക്കാൻ വേണ്ടിയിട്ട് ഔട്ട്സൈഡ് എയർ ക്ലീൻ ആയിരിക്കണം. അതിന് കീപ്പിംഗ് ദിസ് ഔട്ട്സൈഡ് എയർ പ്യുവർ ആൻഡ് സർക്കുലേഷൻ ഇസ് കോൾഡ് പ്രോസസ് ഓഫ് എക്സ്റ്റേർണൽ വെൻറ്റിലേഷൻ. ഈ പുറത്തുള്ള എയർ ക്ലീൻ ആക്കാനുള്ള ഒരു വഴിയാണ് എക്സ്റ്റേർണൽ വെൻറ്റിലേഷൻ. ഇൻ ഓർഡർ ടു ഹാവ് ആൻ ആഡിക്വേറ്റ് ഇൻറ്റേർണൽ വെൻറ്റിലേഷൻ ഇറ്റ് ഇസ് എസെൻഷ്യൽ ടു ഹാവ് ആൻ ആഡിക്വേറ്റ് എക്സ്റ്റേർണൽ വെൻറ്റിലേഷൻ. അപ്പോൾ ഇൻറ്റേർണൽ വെൻറ്റിലേഷൻ ആസ് വെൽ ആസ് എക്സ്റ്റേർണൽ വെൻറ്റിലേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ പ്രൊവൈഡിങ് ഫ്രഷ് എയർ. അപ്പോൾ മെത്തേഡ്സ് ഓഫ് എക്സ്റ്റേർണൽ വെൻറ്റിലേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ കുറേ മെത്തേഡ്സ് ഉണ്ട്, നമുക്ക് നമ്പർ ഇട്ട് പറയാം. ഒന്ന്, സ്പീഡി റിമൂവൽ ഓഫ് സ്ട്രീറ്റ് ആൻഡ് അതർ റിഫ്യൂസ്. നമ്മൾ ഈ എയറിൽ ഈ സ്ട്രീറ്റ് റിഫ്യൂസും ഈ ആവശ്യമില്ലാത്ത വേസ്റ്റുകൾ കിടന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡീകമ്പോസിഷനിൽ ഒരു ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ. അതൊന്നും ഇല്ലാതിരിക്കാനായിട്ട് നമ്മൾ പുറത്തുള്ള കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കണം. ഒന്ന്. രണ്ടാമത്തെ, മിനിമൈസിങ് സ്മോക്ക് ന്യൂയിസൻസ്. സ്മോക്ക് കൂടിക്കഴിഞ്ഞാൽ അറിയാലോ കാർബൺ ഡൈ ഓക്സൈഡ് ധാരാളം കൂടും. പിന്നെ അതുമല്ല ആവശ്യമില്ലാത്ത പ്ലാസ്റ്റിക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കത്തിച്ച് കഴിഞ്ഞാൽ അതിൻ്റേതായ ബാഡ് എയർ അല്ലെങ്കിൽ നമുക്ക് ബോഡിക്ക് നല്ലതല്ലാത്ത കെമിക്കൽസ് പുറത്തേക്ക് കിടും. അത് നമ്മൾ ശ്വസിച്ച് നമുക്ക് അസുഖങ്ങൾ വരാം. കീപ്പിംഗ് പ്ലെൻറ്റി ഓഫ് ഓപ്പൺ സ്പേസസ് ബിറ്റ്വീൻ ഹൗസസ്. ഒരു ഹൗസും തമ്മിൽ ഓരോ ഹൗസുകൾ തമ്മിൽ കുറച്ച് അകലം വേണം. അകലം ഇല്ലാതെ വരുമ്പോഴാണ്, സ്പേസ് ഇല്ല ഒരു ഹൗസിൽ നിന്ന് അവരുടെ വേസ്റ്റ്, ആ വീട്ടിലുണ്ടാകുന്ന വേസ്റ്റുകൾ ഡീകമ്പോസ് ചെയ്യാനും അത് കളയാനുമുള്ള ഡിസ്പോസ് ചെയ്യാനുള്ള സ്ഥലമില്ലാതിരിക്കുമ്പോഴാണ് ഈ വേസ്റ്റിൻ്റെ മാനേജ്മെൻറ്റ് ഒരു പ്രോബ്ലം ആവുന്നത്. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പേസ് ഓരോ വീടുകൾ തമ്മിൽ വേണം എന്നുള്ളത് നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യമാണ്. നാലാമത്തെ തന്നെ ഹാവിങ് പാർക്സ് ആൻഡ് ഓപ്പൺ ലോൺസ്. പാർക്സും ഓപ്പൺ ലോൺസ് ഉണ്ടാകുമ്പോൾ അവിടെ ധാരാളം മരങ്ങളുണ്ടാവും, കാര്യങ്ങളുണ്ടാവും. അപ്പോൾ എന്താ സംഭവിക്കുക, ഓക്സിജൻ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും, ഈ ഓക്സിജൻ നമുക്ക് കൂടുതലായിട്ട് അവൈലബിൾ ആയിട്ട് വരും. പിന്നെ
ഹാവിങ് ഇൻഡസ്ട്രിയൽ ഏരിയാസ് എവേ ഫ്രം ദ റെസിഡൻഷ്യൽ ക്വാർട്ടേഴ്സ്. യൂഷ്വലി ഇൻഡസ്ട്രിയൽ ഏരിയാസ് സാധാരണ നമ്മൾ റെസിഡൻഷ്യൽ ഏരിയാസിൻ്റെ തൊട്ടടുത്ത് വരില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അസുഖങ്ങൾ ധാരാളമായിരിക്കും. യൂഷ്വലി എന്താണ് അസുഖങ്ങൾ നമ്മളിപ്പോൾ ഇതിലൊക്കെ കാണാറില്ലേ, ടി വിയിലൊക്കെ കാണാമല്ലോ, ഈ കെമിക്കൽ വേസ്റ്റ് വന്നിട്ട് വെള്ളത്തിൽ കലർന്ന ആ വെള്ളം കുടിച്ച് അസുഖങ്ങൾ വരിക, അല്ലെങ്കിൽ എവിടെ ഫാക്ടറിയിൽ വരുന്ന നോക്ഷ്യസ് ആയിട്ടുള്ള ഗ്യാസസ് ശ്വസിച്ചിട്ട് അസുഖങ്ങൾ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാവുക. ഇതൊക്കെ ഒഴിവാക്കാനാണ് പൊതുവേ ഇൻഡസ്ട്രിയൽ ഏരിയയും ഹൗസിംഗ് ഏരിയയും ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് തന്നെയാണ് സാധാരണ യൂഷ്വലി ചെയ്യേണ്ടത്. പിന്നെ വന്നത് കെയർഫുൾ ഇൻസ്പെക്ഷൻ ഓഫ് ഓൾ ഡ്രെയിൻസും സ്യൂവേഴ്സും പ്രോപ്പറായിട്ട് വൃത്തിയാക്കിപ്പെടണം. അതേപോലെ അത് സ്റ്റാഗ്നൻ്റ് ആയിട്ട് അത് ഒഴുകി പോവാതെ ആവാതെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഗവൺമെൻറ്റിനെ അല്ലെങ്കിൽ നമ്മുടെ കടമയാണ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് കെയർഫുൾ അത് കഴിഞ്ഞു. ഈ ഒരു 5-6 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ കുറേ പ്രശ്നങ്ങൾ അവിടെ നിന്നോളും. ഹൗസസ് ബിൽഡ് ബാക്ക് ടു ബാക്ക് ആൻഡ് വിത്ത് കോർട്ട്യാർഡ്സ് ഫോർ കാറ്റിൽസ് ആർ ഹൈജീനിക്കലി നോട്ട് ഡിസയറബിൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗസസിൽ ചില വീടുകളിൽ തൊട്ടടുത്തുള്ള വീടുകളിൽ ഒട്ടും സ്പേസ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ കാറ്റിൽസിനെ വളർത്താതിരിക്കുകയാണ് നല്ലത്. കാറ്റിൽസിനെ അങ്ങനെ വളർത്തി കഴിഞ്ഞാൽ അസുഖങ്ങൾ വരാനുള്ള കാരണങ്ങളാവും. അസുഖങ്ങൾ മാത്രമല്ല, മണം സഹിക്കാൻ പറ്റാതെയാവും. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. കാറ്റിൽസിനൊക്കെ കുറച്ച് സ്പേസുള്ള ഒരു ഏരിയയിൽ മാത്രം ഇത് ചെയ്യാന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ plenty of open spaces in front or all round must be provided for each house. എല്ലാ ഹൗസിനും കുറച്ച് സ്പേസ് ഉള്ള രീതിക്കായിരിക്കണം. ഇതൊക്കെയാണ് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ വെന്റിലേഷൻ പ്രോപ്പർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ദ സ്ട്രീറ്റ്സ് ആൻഡ് റോഡ്സ് ഷുഡ് ബി സഫിഷ്യൻ്റ്ലി ബ്രോഡ്. ഫോർ വെന്റിലേഷൻ ടു ബി ഇഫക്റ്റീവ് ദ ഫോളോയിങ് ഫാക്ടേഴ്സ് ഷുഡ് ബി ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ. എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഒരു റൂമിൻ്റെ സൈസ് നോക്കണം. എത്ര പേര് ഒരു റൂമിൽ ജീവിക്കുന്നു അതൊക്കെ ശ്രദ്ധിച്ചാൽ അത്. പിന്നെ ഹീറ്റ് സ്റ്റാഗ്നേഷൻ പ്രൊഡ്യൂസ് ബൈ ലാക്ക് ഓഫ് എയർ മൂവ്മെൻറ്റ് എങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ വേപ്പർ കണ്ടന്റ്. അപ്പം എപ്പോഴും നമ്മൾ അത്യാവശ്യം സ്പേസ് വേണം ഓരോ ആൾക്കാർക്കും. ഇപ്പോൾ ഓരോ ആൾക്കാരും തമ്മിലുള്ള ഇപ്പോൾ ഒരു ചെറിയ കൊച്ചു മുറിയിൽ 5 പേര് താമസിക്കുകയാണെങ്കിൽ ഉറപ്പാണ് അവിടുത്തെ എയർ ക്ലീൻ ആയിരിക്കില്ല, ഒരു കാര്യങ്ങളും ക്ലീൻ ആയിരിക്കില്ല, ഭയങ്കര ബുദ്ധിമുട്ടുകളായിരിക്കും. അസുഖങ്ങൾ പെട്ടെന്ന് വരും, ഇൻഫെക്ഷ്യസ് ഡിസീസ് അങ്ങനെ പെട്ടെന്ന് പകരും. അപ്പോൾ അതാണ് ഈ ഡോമെട്രിയിലൊക്കെ അസുഖങ്ങൾ പെട്ടെന്ന് പകരുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ. ഹോസ്റ്റലുകൾ, അതേപോലെ ഈ ബംഗാളീസൊക്കെ ഇങ്ങനെ ഇത് വരില്ലേ, എന്താ പറയുക, ഈ പുറത്തുനിന്ന് വരുന്ന ജോലിക്കാർ എല്ലാവരും കൂടി തിക്കി പാർക്കുന്ന അവിടെ അസുഖങ്ങൾ പെട്ടെന്ന് പടർന്ന് പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതൊന്നും ഇല്ലാതാക്കുക. അപ്പോൾ സൈസ് ഓഫ് ദ റൂം നമ്മളൊന്ന് അത്യാവശ്യം വലുതായിരിക്കണം. പിന്നെ ആൾക്കാർ ജീവിക്കുന്ന ഇപ്പോൾ ഒരു ചെറിയ റൂമാണെങ്കിൽ അതിൽ 1-2 രൂപയിൽ കൂടുതൽ ആൾക്കാർ ഇല്ലാതിരിക്കുകയാണ് നല്ലത്. പിന്നെ നെക്സ്റ്റ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആൾക്കാർ കൂടിക്കഴിഞ്ഞാൽ ഹീറ്റ് സ്റ്റാഗ്നേഷൻ വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ചൂട് പ്രൊഡ്യൂസ് ചെയ്യും. കാരണം എയർ മൂവ്മെൻറ്റ് ഇല്ലാണ്ടായിപ്പോവും. അപ്പോൾ അതിന് പ്രോപ്പറായിട്ട് ഈ ജനലയും വെന്റിലേഷൻ പ്രൊവൈഡ് ചെയ്യണം. പിന്നെ വാട്ടർ വേപ്പർ കണ്ടൻറ്റും കൂടും. ഇങ്ങനെ കുറേ ആൾക്കാർ തിങ്ങിപ്പറയും. അത് ഇല്ലാതാക്കാൻ ശ്രമിക്കുക. അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. An average adult requires about 3,000 cubic feet air per hour and a child requires about 2,000 cubic feet of air per hour. അങ്ങനെയാകുമ്പോൾ in a community about 3,000 cubic feet of air per hour per person is sufficient. ഏകദേശം ഇത്രയും മതി. 3,000 cubic feet of air per hour per person ആണ് ആവശ്യം വരുന്നത്. ആനിമൽസിനോ 10,000 തൊട്ട് 20,000 cubic feet of air per hour വേണം. അതുകൊണ്ടാണ് കുറച്ചുകൂടി സ്പേസ് ധാരാളം വേണമെന്ന് പറയുന്നത്. This works out to 23 to 25 cubic feet of air approximately per hour for every pound of their body weight. കാറ്റിൽസിനെയൊക്കെ വളർത്തുമ്പോൾ അതുങ്ങൾക്ക് കുറച്ചും കൂടി സ്പേസ് ധാരാളം വേണം. നമ്മുടെ മനുഷ്യരെക്കാളും കൂടുതൽ സ്പേസ് വേണം. ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. പിന്നെ സ്പേസ് റിക്വയർമെൻറ്റ് എന്തൊക്കെയാണ്? സ്പേസ് റിക്വയർമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സഫിഷ്യൻറ്റ് ഫ്ലോ സ്പേസ് ഫോർ ഈച്ച് പേഴ്സൺ ഇൻ എ ഡ്വെല്ലിംഗ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഫോർ പ്രോപ്പർ വെന്റിലേഷൻ. അത്യാവശ്യം ഒരാൾക്ക് ഇത്ര സ്പേസ് എങ്കിലും ഇല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള വെന്റിലേഷൻ സംഭവിക്കില്ല, പ്രോപ്പറായിട്ടുള്ള എയർ എക്സ്ചേഞ്ച് നടക്കില്ല. വേർ ദ ഫ്ലോ സ്പേസ് ഇസ് ഇനാഡിക്വേറ്റ് ഇറ്റ് ലീഡ്സ് ടു ഓവർ ക്രൗഡിങ്. ഫ്ലോ സ്പേസ് കുറവാണെങ്കിൽ എന്താ സംഭവിക്കുക? ഓവർ ക്രൗഡിങ് ഉണ്ടാവും, ഓവർ ഹീറ്റിംഗ് ഉണ്ടാവും, എക്സസ് ഹ്യൂമിഡിറ്റി ഉണ്ടാവും, എയർ സ്റ്റാഗ്നേഷൻ സംഭവിക്കും, ഡിഫക്റ്റീവ് വെന്റിലേഷൻ. ഈ 5-6 പ്രോബ്ലംസ് വരും ഫ്ലോ സ്പേസ് കുറവാണെങ്കിൽ. ഓവർ ക്രൗഡിങ്,
ഓവർ ഹീറ്റിംഗ്, എക്സസീവ് ഹ്യൂമിഡിറ്റി, എയർ സ്റ്റാഗ്നേഷൻ ആൻഡ് ഡിഫക്റ്റീവ് വെന്റിലേഷൻ. അപ്പോൾ അതുകൊണ്ട് വേറൊരു പ്രശ്നം കൂടി വരും, ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ സംഭവിക്കും. ഇപ്പോൾ തൊട്ടടുത്താണ് ആളിരിക്കണമെങ്കിൽ നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ ഡ്രോപ്ലെറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ വായിൽ നിന്ന് തന്നെ സലൈവ വരും നമ്മൾ സംസാരിക്കുമ്പോൾ. ആ സലൈവൽ ഡ്രോപ്ലെറ്റ്സ് അടുത്തുള്ള ആൾക്ക് വന്നിട്ട് ഇൻഫെഷ്യസ് ഡിസീസസ് പകരാനുള്ള ചാൻസ് കൂടുതലാണ്. In ordinary houses, the floor space for a single person should be 150 square feet or so. അതൊന്ന് ശ്രദ്ധിക്കുക. 150 square feet or so ആണ് സാധാരണ ഒരു വീട്ടിൽ വേണ്ടത്. It should be noted that though the cubic space is larger, there is less need for a frequent change of air. ഇപ്പം ധാരാളം സ്പേസ് ഉള്ളൊരു സ്ഥലത്താണെങ്കിൽ വെന്റിലേഷൻ അത്ര കാര്യമായിട്ട് കിട്ടിയില്ലെങ്കിലും വലിയ കുഴപ്പങ്ങൾ വരാൻ പറ്റില്ല. കാരണം എയർ ഓൾറെഡി അത്രയും ഓക്സിജൻ യൂസ്ഡ് അപ്പ് ആവില്ല, അത്രയും സ്പേസ് ഉള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഫോർ എ മാൻ ഓക്യുപ്പൈങ് റൂം ഹാവിങ് 100 cubic feet, the air should be changed 30 times per hour in order to provide 3000 cubic feet of air. While the air needs to be changed only thrice if the man is occupying 1000 cubic feet. മനസ്സിലായല്ലോ ഇത് മനസ്സിലായല്ലോ അല്ലേ? അങ്ങനെ നാച്ചുറൽ സിസ്റ്റം ഓഫ് വെന്റിലേഷൻ എന്തൊക്കെയാണെന്ന് നെക്സ്റ്റ് നമുക്ക് നോക്കാം. ദ നാച്ചുറൽ സിസ്റ്റം ഓഫ് വെന്റിലേഷൻ ഡിപ്പെൻഡ്സ് ഓൺ 3 factors. 3 factorsനാണ് നാച്ചുറൽ സിസ്റ്റം ഓഫ് വെന്റിലേഷനിൽ. ഒന്ന് വിൻഡ്, പിന്നെ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ, പിന്നെ ഡിഫ്യൂഷൻ ഓഫ് ഗ്യാസസ്. വിൻഡ്, ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ ആൻഡ് ഡിഫ്യൂഷൻ ഓഫ് ഗ്യാസസ്. അതിൽ വിൻഡിൽ വരുന്നത്, വിൻഡ് ഇസ് പവർഫുൾ വെന്റിലേറ്റിംഗ് ഏജൻ്റ് ആണ് അല്ലേ? കാറ്റടിച്ച് ചെയ്യുമ്പോൾ ഉള്ളിലുള്ള ഇപ്പം അപ്പുറത്തും ചെല്ലുന്നുണ്ട്, നല്ലൊരു കാറ്റടിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? ഈ കാറ്റിൻ്റെ പുറത്തുള്ള നല്ല എയർ വരും, ഉള്ളിലുള്ള സ്റ്റാഗ്നൻ്റ് എയർ പോയി അപ്പുറത്തെ വഴിക്ക് കൂടെ പൊക്കോളില്ലേ. അതാണ് ഒരു എക്സാമ്പിൾ, ഒരു ചിന്ന എക്സാമ്പിൾ പറഞ്ഞാൽ. ഇറ്റ് ഫോഴ്സസ് ഇറ്റ്സെൽഫ് ഇൻ ടു റൂം ത്രൂ ഓപ്പൺ ഡോർസ്, വിൻഡോസ് ആൻഡ് ഈവൻ ത്രൂ porous bricks as a result of movement of natural air current. Simultaneously, as the air moves, it drives the air before it lessens the pressure around it and causes the surrounding air to move towards it. ഓക്കെ, ഇതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. പിന്നെ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ. അക്കോർഡിംഗ് ടു ദ ലോ ഓഫ് ഫിസിക്സ്, ഹീറ്റ് എക്സ്പാൻഡ്സ് എ സബ്സ്റ്റൻസ് വെറസ് കോൾഡ് കൺട്രാക്ട്സ് ഇറ്റ്. അറിയാലോ, ഹീറ്റ് സാധാരണ ഹീറ്റ് ഉണ്ടെങ്കിൽ എയർ മുകളിലേക്ക് പോകും അല്ലേ, ചൂട് കൂടുതലാണെങ്കിൽ. ഓക്കെ, thus if the air of a room is heated, it expands and becomes lighter in weight. ചൂടുള്ള ഇതാണെങ്കിൽ എയർ എക്സ്പാൻഡ് ചെയ്ത് വെയിറ്റ് ലൈറ്റർ ആകുമ്പോൾ അത് മുകളിലേക്ക് പോകും. It then rises up and escapes through the opening. മുകളിലൊക്കെ ഓപ്പണിംഗ് ഉണ്ടെങ്കിൽ, ചെറുതായിട്ട് ഓപ്പണിംഗ് ഉണ്ടെങ്കിൽ അത് പൊക്കോളും. The outer cooler air rushes in through every available open space to take its place till the temperature becomes constant. ഇവിടുത്തെ ടെമ്പറേച്ചർ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കും അല്ലേ? പുറത്തുനിന്നുള്ള കൂളർ എയർ കുറച്ചും കൂടി വരും, പിന്നെ അത് പൊങ്ങും, പിന്നെ പുറത്തേക്ക് പോകും. അപ്പോൾ ഇങ്ങനെ ഒരു സർക്കുലേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. But the incoming air in its turn becomes heated, expands and rises up. ആ സൈക്കിൾ കണ്ടോ, ഞാൻ പറഞ്ഞ ആ സൈക്കിൾ. Thus a constant current of air is always maintained. അപ്പോൾ ഒരു കറണ്ട് ഓഫ് സൈക്കിൾ സംഭവിക്കുന്നുണ്ട്. ഇവിടുത്തെ ചൂട് ഈ റൂമിലേക്ക് കയറും, എയർ ഹീറ്റാവും, ആ മുകളിലേക്ക് പോകും. അപ്പോൾ പിന്നെ ഇവിടെ ഒരു പ്രഷർ ഡിഫറൻസ് ഉണ്ടാവും, ഇവിടെ എയർ ഇല്ലാതെ പുറത്തുനിന്ന് ഡ്രോ ചെയ്യും, പിന്നെയും അത് ചൂടാവും, പിന്നെയും മുകളിലേക്ക് പോകും, പിന്നെ ഇങ്ങനെ പുറത്തുനിന്ന് വരും. അങ്ങനെ ഒരു കറണ്ട് ഓഫ് എയർ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. Thus this coming in of cool fresh air is called drought. ഈ പുറത്തുനിന്ന് വരുന്ന കൂൾ ഫ്രഷ് എയറിനെയാണ് നമ്മൾ ഡ്രോട്ട് എന്ന് പറയുന്നത്. ആൻഡ് ടേക്സ് പ്ലേസ് ഈസിലി വെൻ ദ ഡോർസ് ആൻഡ് വിൻഡോസ് ആർ പ്ലേസ് ഡയറക്ട്ലി ഓപ്പോസിറ്റ് വൺ അനദർ. സാധാരണ അങ്ങനെയാണ്, ഒരു ഫ്രണ്ടിൽ ഒരു ജനലുണ്ടാവും, നേരെ ബാക്കിൽ ഇങ്ങനെ എയർ സർക്കുലേഷൻ പ്രോപ്പറായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ജനലുണ്ടെങ്കിൽ ഇവിടെ ഒരു ജനലുണ്ടാവും. മനസ്സിലായല്ലോ, പ്രോപ്പറായിട്ട് എയർ സർക്കുലേഷൻ സംഭവിക്കാൻ വേണ്ടിയിട്ട്. When wind blows across the top of chimney, it sucks up the bad warm air from inside so that an open chimney, even when a fire is not used, helps it to ventilate a room. അപ്പോൾ ഒരു ഓപ്പൺ ചിമ്മിനി ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ഇവിടെ നിന്ന് ഹീറ്റഡ് അപ്പ് ആയിട്ടുള്ള എയർ എന്തായാലും ഓപ്പൺ ചിമ്മിനി കൂടെ മുകളിലേക്ക് പോകും. അപ്പോൾ എന്താ പറ്റുക? കാറ്റ് വരും, അത് ചൂടുള്ള എയർ പിന്നെയും മാറ്റും, പിന്നെയും തണുത്ത എയർ ഈ ഓപ്പൺ ചിമ്മിനി കൂടെ ഉള്ളിൽ കൂടുക. അപ്പോൾ നമ്മൾ ഹീറ്റ് ചെയ്യണില്ല, കുക്ക് ചെയ്യണില്ലെങ്കിൽ പോലും ഒരു ചിമ്മിനി ഉണ്ടെങ്കിൽ പൊതുവെ ഫ്രഷ് എയർ നമ്മളുടെ ഹൗസിൽ കയറുന്നത് നമുക്ക് ഉറപ്പ് വരുത്താം. ഡിഫ്യൂഷൻ ഓഫ് ഗ്യാസസ്. എന്താണ് ഡിഫ്യൂഷൻ ഓഫ് ഗ്യാസസ്? നെക്സ്റ്റ് വരുന്ന നാച്ചുറൽ സിസ്റ്റം ഓഫ് വെന്റിലേഷൻ ആണ്. എന്താണെന്ന് നോക്കാം. ഡിഫ്യൂഷൻ ഇസ് ദ ടെൻഡൻസി ഓഫ് ഗ്യാസസ് ടു മിക്സ് വെൻ ഇറ്റ് കോണ്ടാക്ട്. ഇപ്പം ഒരു റൂമിൽ നിറച്ച് ഇപ്പോൾ പുക കത്തിച്ച് പുക വന്നു. അപ്പോൾ എന്താ പറ്റുക? ജനലൊക്കെ തുറന്നിട്ട് എന്ത് പറ്റും? ഈ ഉള്ളിലുള്ള പുകയൊക്കെ പുറത്തേക്ക് പോകും. എന്നിട്ട് എന്താ പറയുക? ഇറ്റ് ഡിഫ്യൂസസ് വിത്ത് അതർ ഗ്യാസസ്. അപ്പോൾ കുറേ ഒരു വലിയ ഫ്രഷ് ആയിട്ടുള്ള ഗ്യാസിൻ്റെ കൂടെ ഈ കുറച്ച് സ്മോക്ക് പോകുമ്പോൾ ഇറ്റ് ക്ലിയേഴ്സ് അല്ലേ? അത് വലിയ പ്രശ്നമില്ലാണ്ടാക്കും. അതേസമയം അതേ റൂമിൽ ആ സ്മോക്ക് നിന്ന് കഴിഞ്ഞാൽ എന്ത് പറ്റുക? നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ടാകും. Diffusion is the tendency of gases to mix when at contact.
The fragrance of a perfume in a corner of a room. നെക്സ്റ്റ് ചാപ്റ്റർ 14 പ്രൊവിഷൻ ഓഫ് പ്യുവർ വാട്ടർ ആൻഡ് എയർ ഇൻ ദ സ്കൂളിൽ നമ്മൾ ടൈപ്സ് ഓഫ് വെന്റിലേഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ടൈപ്സ് ഓഫ് നാച്ചുറൽ വെന്റിലേഷൻ ഉണ്ട്, ആർട്ടിഫിഷ്യൽ ഉണ്ട്. നാച്ചുറൽ വെന്റിലേഷനെ കുറിച്ചാണ് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ദ ഓപ്പണിങ്സ് ത്രൂ വിച്ച് വെന്റിലേഷൻ ഇസ് ക്യാരിഡ് ഔട്ട് ആർ നോൺ ആസ് ഇൻലെറ്റ്സ് ആൻഡ് ഔട്ട്ലെറ്റ്സ്. ഇൻലെറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്നുള്ള എയർ ഉള്ളിലേക്ക് വരാം, ഔട്ട്ലെറ്റ്സ് എന്ന് വെച്ചാൽ ഉള്ളിലുള്ള എയർ പുറത്തേക്ക് പോകും. ഇത് രണ്ടും ഉണ്ടെങ്കിലേ ഒരു പ്രോപ്പർ വെന്റിലേഷൻ സംഭവിക്കില്ല. എന്ന് വെച്ചാൽ എയർ സർക്കുലേഷൻ ആണ് ആക്ച്വലി വെന്റിലേഷൻ. പുറത്തുള്ള പ്യുവർ എയർ, നല്ല എയർ ഉള്ളിലേക്ക് ഇറക്കാം, മോശം എയർ പുറത്തേക്ക് പോവാം. അപ്പോൾ ഇൻലെറ്റ്സിന് എന്താ ഡോഴ്സും വിൻഡോസും പലതരത്തിലുള്ള സ്പെഷ്യൽ ഓപ്പണിങ്സ് അറ്റ് ദ ഫ്ലോർ ഓർ റൂഫ് ഓർ ഇൻ ദ വോൾ, അങ്ങനെ പല രീതിക്കാണ് ഇൻലെറ്റ്സ് കൊടുക്കപ്പെടുക. പിന്നെ ഡോഴ്സ് ആൻഡ് വിൻഡോസ് ഷുഡ് ബി കെപ്റ്റ് ഓപ്പൺ ആൻഡ് പ്ലേസ്ഡ് ഓപ്പോസിറ്റ് ടു വൺ അനദർ. ഡോഴ്സ് ഓപ്പൺ ആയിരിക്കണം, ഡോഴ്സ് ആൻഡ് വിൻഡോസും ഇത് ഓപ്പോസിറ്റ് ടു വൺ അനദർ ആയിരിക്കണം പ്രോപ്പർ വെന്റിലേഷൻ സംഭവിക്കണമെങ്കിൽ. സോ ദാറ്റ് the fresh air can pass throughout the room. And the special openings are important in case of cold countries because പുറത്തുനിന്നുള്ള തണുത്ത കോൾഡ് എയർ ഉള്ളിലേക്ക് വരാതിരിക്കുകയും ചെയ്യണം, എന്നാൽ പ്രോപ്പർ വെന്റിലേഷൻ സംഭവിക്കുകയും ചെയ്യണം. അതാണ് കോൾഡ് കൺട്രീസിൻ്റെ കാര്യത്തിൽ. ഔട്ട്ലെറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ യൂഷ്വലി നിയർ ദ സീലിങ്സിലാണ് ഈ ഔട്ട്ലെറ്റ്സ് കൊടുക്കുക. So that the warm impure air which is lighter in weight and rises up can escape out of a room. And outlets and ഇത് എന്താ വാം എയറും നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് എയർ ആണെങ്കിൽ, കാർബൺ ഡൈ ഓക്സൈഡ് ഫിൽഡ് എയർ ആണെങ്കിൽ അത് ലൈറ്റർ ആയിരിക്കും. അപ്പോൾ അത് മുകളിലേക്ക് എസ്കേപ്പ് ചെയ്യും. അപ്പോൾ അതിന് മുകളിൽ എവിടെയെങ്കിലും ഒരു ഔട്ട്ലെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് പുറത്തേക്ക് പോയിക്കോളും, പുതിയ എയർ ഇൻലെറ്റിൽ കൂടെ ഉള്ളിലേക്ക് കയറിക്കോളുകയും ചെയ്യും. ഔട്ട്ലെറ്റ്സ് ആൻഡ് ഇൻലെറ്റ് ഷുഡ് ബി പ്രിഫറബിളി ബി ഓഫ് സെയിം സൈസ് ആൻഡ് പ്ലേസ്ഡ് ഓപ്പോസിറ്റ് ടു വൺ അനദർ സോ ദാറ്റ് ദ എയർ ക്യാൻ എൻ്റർ ത്രൂ ദ ഇൻലെറ്റ് ഫ്രം വൺ സൈഡ് ആൻഡ് ഫ്ലോ ഔട്ട് ത്രൂ ദ ഔട്ട്ലെറ്റ്. ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാം. നെക്സ്റ്റ് വേണ്ടത് ചിമ്നീസ് ആണ്. ചിമ്നീസിൽ പറയുന്നത് എക്സലൻറ്റ് ആൻഡ് മോസ്റ്റ് എഫിഷ്യൻറ്റ് ഇൻലെറ്റ് ആണ് ചിമ്നി. ഇൻലെറ്റല്ല ഔട്ട്ലെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് എയർ കളയാൻ. കാരണം ചിമ്നി മിക്കവാറും നമ്മൾ ഹയർ അപ്പ് അല്ലേ, പുറത്തേക്കുള്ള ഫ്ലോ എന്താണ് റൂഫിലാണ് ചിമ്നീസ് കൊടുക്കുക. ഇതിൽ കൂടെ എന്താ കഴിഞ്ഞാൽ വെൻ ഫയർ ഇസ് ബേൺസ് ഇൻ എ ചിമ്നി എന്താ സംഭവിക്കുക, എയർ സറൗണ്ടിങ് ദാറ്റ് ബിക്കംസ് വാം ഗെറ്റ്സ് ഹീറ്റഡ് അപ്പ് ആൻഡ് ഇസ് ഡ്രോൺ അപ്പ് ത്രൂ ദ ചിമ്നി. അപ്പോൾ അടുത്തുള്ള എയറൊക്കെ ഹീറ്റഡ് അപ്പ് ആയിട്ട് അത് ചിമ്നി കൂടെ പുറത്തേക്ക് പോകും. വൈൽ ഇറ്റ് ടേക്സ് എ ഫ്രഷ് എയർ ഫ്ലോസ് ടുവേർഡ്സ് എ ഫയർ പ്ലേസ് ഫ്രം ദ റെസ്റ്റ് ഓഫ് ദ റൂം. നല്ല ഫ്രഷ് എയർ ബാക്കിയുള്ള ഭാഗത്തു നിന്ന് നല്ല ഫ്രഷ് എയർ നമ്മുടെ ഫയർ പ്ലേസിനടുത്തേക്ക് വരും. ദിസ് എ കറണ്ട് ഓഫ് എയർ സെറ്റപ്പ്. സെക്കൻഡ്ലി ദ വിൻഡ് ബ്ലോയിങ് ഓവർ ദ ടോപ്പ് ഓഫ് ചിമ്നി ലെസൻസ്. ഈ രണ്ട് തരത്തിലുള്ള ചിമ്നി ഉണ്ട് കേട്ടോ. കോൾഡ് കൺട്രീസിലെ ചിമ്നീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു എല്ലാവരും ഇരിക്കുന്ന ഒരു പ്ലേസിൽ സൈഡിലായിട്ട് കാണും, അതിന് മുകളിലേക്ക് ഔട്ട്ലെറ്റും ഉണ്ടാവും. മനസ്സിലായോ? Secondly, the wind blowing over the top of the chimney lessens the pressure of the air in the chimney and produces updraft while fresh air is drawn into the room to take its place. അപ്പം മുകളിലുള്ള വാം എയർ ഇല്ലേ, ചിമ്നിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന വാം എയർ പിന്നെ പ്രഷർ ഡിഫറൻസ് ആയാലും അതിനെയൊക്കെ മാറ്റി പുതിയ എയർ സർക്കുലേഷൻ കൂടുതലായിട്ട് വരും. പിന്നെ റൂം ഫുള്ള് നല്ല എയറും വരും. പിന്നെ വെന്റിലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഓർഡിനറി വെന്റിലേറ്റേഴ്സ് പ്ലേസ്ഡ് നിയർ ദ സീലിംഗ്സ് ആൻഡ് വർക്കിംഗ് ഓൺ എ ഹിഞ്ച് ആക്ട്സ് ആസ് ഔട്ട്ലെറ്റ്സ് ഫോർ ഇംപ്യൂർ എയർ. നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടോ വെന്റിലേറ്റർ അല്ലേ? അതെന്താ ചെയ്യുക, അത് സീലിങ്ങിൻ്റെ അടുത്താണ് സാധാരണ ഇടുക. ആക്ട്സ് ആസ് എ ഔട്ട്ലെറ്റ് ഫോർ ഇംപ്യൂർ എയർ പുറത്തേക്ക് കളയാം. മിക്കവാറും ടോയ്ലറ്റ്സിലൊക്കെ ഉണ്ടാവും അല്ലേ വെന്റിലേറ്റർ. ഒരു എക്സാമ്പിൾ പോലെ പറഞ്ഞതാണ്, എല്ലാ റൂമിലുകളും ഉണ്ടാവുന്നില്ല. For terraced roofs or roofs over which there is no building, the best plan is to have a longer, about 9 to 10.5 inches of pipe fitted into the roof and covered with a wire gauge or an ordinary. ഇങ്ങനെ ചെയ്താലും മതി. എന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ വേറെ ഒന്നും ഇല്ലാത്ത ഭാഗങ്ങളാണെങ്കിൽ, മുകളിൽ വേറെ ബിൽഡിംഗ് ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ചെറിയൊരു പൈപ്പ്, ഒരു ചെറിയ ഓട്ട കൊടുത്ത് അത് പൈപ്പ് ഫിറ്റ് ചെയ്ത് അത് പുറത്തേക്ക് ഇതാക്കിയാൽ മതി. Fall air rises up through the tube and escapes at the upper end. Rooms with sloping roofs can have outlets along the top of the wall as in case of Indian huts. Windows placed opposite each other serves as both inlets and outlets. വിൻഡോസ് ഓപ്പോസിറ്റ് ആയിട്ടുള്ളതാണെങ്കിൽ ഇൻലെറ്റും ഔട്ട്ലെറ്റും അത് തന്നെയായിട്ട് സെർവ് ചെയ്തോളൂ, വേറെ ആവശ്യമില്ല. ഇനി നമ്മൾ ആർട്ടിഫിഷ്യൽ വെന്റിലേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ പോകാം. ആർട്ടിഫിഷ്യൽ വെന്റിലേഷൻ ഇസ് എ മെത്തേഡ് ഓഫ് വെന്റിലേഷൻ ഇൻ വിച്ച് സ്പെഷ്യൽ മെക്കാനിക്കൽ ഡിവൈസസ്, വേറെ ഡിവൈസസ് യൂസ് ചെയ്യും ഫോർ വിച്ച് ഇസ് യൂസ് ടു force the fresh air inside and extract out the foul air outside of the room, or it's a combination of both. Examples are artificial is used for supplying fresh air in case of large buildings like ഒരു തിയേറ്റർ അല്ലെങ്കിൽ ഒരു ലെക്ചർ ഹാള് അല്ലെങ്കിൽ ഫാക്ടറീസിനൊക്കെ ഇത് ഈ ഒരു ആർട്ടിഫിഷ്യൽ വെന്റിലേറ്റേഴ്സിന് ആവശ്യമുണ്ട്. മെത്തേഡ്സ് 3 തരത്തിലുണ്ട്. വാക്വം മെത്തേഡുണ്ട്, പ്രൊപ്പൽഷൻ മെത്തേഡുണ്ട്, പിന്നെ ബാലൻസ് സിസ്റ്റം, രണ്ടും കൂടിയുള്ള ബാലൻസിലുണ്ട്. വാക്വം മെത്തേഡിൽ മെക്കാനിക്കൽ മീൻസ് ആർ എംപ്ലോയ്ഡ് ഫോർ എക്സ്ട്രാക്ടിങ് ദ ഫൗൾ എയർ ഔട്ട് ഓഫ് ദ റൂം ആൻഡ് ദ എയർ ഇസ് ഡ്രോൺ ഔട്ട് ബൈ ദ
out by means of exhaust fans, and these fans suck the air out of the room. വാക്വം സിസ്റ്റത്തിൽ ഇതേപോലെ മോശം ഇതുകൊണ്ട് എക്സോസ്റ്റ് ഫാൻസ് കൊടുക്കും. അതിൽ കൂടെ ഈ ഉള്ളിലുള്ള ഫൗൾ എയർ പുറത്തേക്ക് കളയപ്പെടും. പിന്നെ പ്ലീനം സിസ്റ്റം, പ്രൊപ്പൽഷൻ സിസ്റ്റം ഉണ്ട്. ദ എയർ ഇസ് ഡ്രിവൺ ഇൻ ടു ദ റൂം ബൈ മെക്കാനിക്കൽ ഫോഴ്സസ് ലൈക്ക് ഫാൻസ് ആൻഡ് ബ്ലോവേഴ്സ്. ഉള്ളിലേക്ക് പുറത്തുനിന്ന് നല്ല ഫാൻസോ ബ്ലോവേഴ്സോ വെച്ചിട്ട് നല്ല ഫ്രഷ് എയർ ഉള്ളിലേക്ക് കൊണ്ടുവരും. ഇറ്റ് ഈസ് നെസസറി ടു നോട്ട് ദാറ്റ് ദ എയർ ഇൻ ദിസ് മെത്തേഡ് ഷുഡ് ബി ഇൻട്രൊഡ്യൂസ്ഡ് അറ്റ് എ ലോവർ ലെവൽ ഫോർ എസ് ഫോൾ എയർ ഷുഡ് ബി എക്സ്ട്രാക്റ്റഡ് ഫ്രം എ ഹയർ ലെവൽ. എപ്പോഴും കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെങ്കിൽ ഇംപ്യൂർ എയർ ഉള്ളത് മുകളിലേക്കായിരിക്കും. മുകളിലാണ് നമ്മൾ ഇത് വാക്വം സിസ്റ്റം അല്ലെങ്കിൽ എക്സോസ്റ്റ് ഫാൻ കൊടുക്കേണ്ടത്. താഴെ ആയിരിക്കണം നമ്മൾ പ്രൊപ്പൽഷൻ സിസ്റ്റം ഓർ ഫാൻ അങ്ങനത്തെ സാധനങ്ങൾ കൊടുക്കേണ്ടത്. The advantages of this system are as follows. Source of air can be selected and amount required can be regulated. ഈ പ്രൊപ്പൽഷൻ സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജസിനെ കുറിച്ചാണ് പറഞ്ഞത്. പിന്നെ ടെമ്പറേച്ചർ ഓഫ് എയർ ക്യാൻ ഓൾസോ ബി റെഗുലേറ്റഡ്. ഈ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ദ ഡിസഡ്വാൻറ്റേജ് ഇസ് ദാറ്റ് എയർ ഓർ ഡിവൺ loses its freshness which the fresh free circulating air has. ആ ഒരു ഡിസഡ്വാൻറ്റേജ് മാത്രമേ ഉള്ളൂ. ഇനി ബാലൻസ് സിസ്റ്റം ഉണ്ട്. ദ കോമ്പിനേഷൻ ഓഫ് വാക്വം സിസ്റ്റം ആൻഡ് ദ പ്രൊപ്പൽഷൻ സിസ്റ്റം ഇസ് നോൺ ആസ് ബാലൻസ് സിസ്റ്റം. ആൻഡ് രണ്ടിൻ്റെയും കൂടി ഒരു കോമ്പിനേഷനാണ് ബാലൻസ് സിസ്റ്റം എന്ന് പറയുന്നത്. ദിസ് ഇസ് ദ മോസ്റ്റ് സാറ്റിസ്ഫാക്ടറി മെത്തേഡ്. ഏറ്റവും നല്ല മെത്തേഡ് ഇതാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ വെന്റിലേറ്റിംഗ് ലാർജ് ഹൗസസ് ആൻഡ് ഹാൾസ് വിത്ത് എക്സ്റ്റെൻസീവ് സീറ്റിംഗ് കപ്പാസിറ്റീസ്. ദെൻ അഡ്വാൻറ്റേജസ് ഓഫ് ആർട്ടിഫിഷ്യൽ സിസ്റ്റംസ്. കൺട്രോൾ ചെയ്യാൻ പറ്റും. കൺട്രോൾ ഓഫ് എയർ ക്യാൻ ബി മെയിൻറ്റെയിൻ ആൻഡ് ക്യാൻ ബി കൺവൈഡ് ടു എനി പോയിന്റ്. ഏത് പോയിന്റിലാണ് നമുക്ക് കൂടുതൽ ഈ സംഭവം ശരിയാക്കി എടുക്കേണ്ടത് ആ പോയിന്റിലേക്ക് നമുക്ക് എടുക്കാൻ പറ്റും. ദ എയർ ക്യാൻ ബി വാഷ്ഡ്, പ്യൂരിഫൈഡ്, വാർംഡ്, കൂൾഡ് ആസ് ഡിസൈർഡ്, ആൻഡ് ഇറ്റ് ഈസ് ക്വിക്ക് ആൻഡ് യൂസ്ഫുൾ മെത്തേഡ്. Disadvantages: air may lose some of its freshness in its passage through the long tubes, and it is rather expensive to install any such mechanical device. മനസ്സിലാവും, ഇത് വായിച്ചാൽ തന്നെ മനസ്സിലാവും. ഇനി പ്രൊവിഷൻ ഓഫ് പ്യൂർ വാട്ടർ ഇൻ ദ സ്കൂൾ എന്തൊക്കെയാണ്? ഫോർ പ്രൊവിഷൻ ഓഫ് പ്യൂർ വാട്ടർ ഇൻ ദ സ്കൂൾ ദ ഫോളോയിങ് സ്റ്റെപ്സ് ഷുഡ് ബി ടേക്കൺ. എന്തൊക്കെയാണ്? സോഴ്സസ് ഓഫ് വാട്ടർ ഷുഡ് ബി ക്ലീൻ ആൻഡ് റിലയബിൾ. സോഴ്സ് ഓഫ് വാട്ടർ ഏറ്റവും ക്ലീനും റിലയബിൾ ആണ്, അത് നമ്മൾ ചെക്ക് ചെയ്യണം. രണ്ടാമത്തെ ദ വാട്ടർ ഷുഡ് ബി സ്റ്റോർഡ് ഇൻ ക്ലീൻ ക്ലോസ്ഡ് യൂട്ടൻസിൽസിൽ സ്റ്റോർ ചെയ്യണം. പിന്നെ വാട്ടർ ഷുഡ് ബി ചേഞ്ച്ഡ് ഒക്കേഷൻ, ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊണ്ടിരിക്കണം. ടാപ്സ് ഓഫ് വാട്ടർ ഷുഡ് ബി യൂസ് ടു ഓപ്പറേറ്റ് ആൻഡ് ഗുഡ് ഇൻ ഫങ്ഷൻ. ഈസി ടു ഓപ്പറേറ്റ് ആൻഡ് ഗുഡ് ടു ഫങ്ഷനിങ്. ടാപ്സ് ഈസിയർ ടു ഓപ്പറേറ്റ് ആയിരിക്കണം, മര്യാദയ്ക്ക് ഫങ്ഷൻ ചെയ്യുകയും ചെയ്യണം. സ്റ്റെപ്പ് ഷുഡ് ബി ടേക്കൺ ടു പ്യൂരിഫൈ വാട്ടർ ബിഫോർ സപ്ലൈ ഇഫ് ദർ ഇസ് എ സ്ലൈറ്റസ്റ്റ് ഡൗട്ട് ഇൻ ഇറ്റ്സ് പ്യൂരിറ്റി. പ്യൂരിറ്റിയിൽ സംശയം ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്തെങ്കിലും ചെയ്ത് അത് പ്യൂരിഫൈ ചെയ്യണം. ട്രീറ്റ്മെൻറ്റ്, എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ്, ഒന്നുമില്ലെങ്കിൽ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് വെച്ചോ അല്ലെങ്കിൽ ഫിൽറ്റേഴ്സ് വെച്ചോ അത് പ്രോപ്പറായിട്ട് കൊടുക്കണം. സ്റ്റോറിങ് പോട്ട്സ് ആൻഡ് സോഴ്സസ് ഓഫ് വാട്ടർ ഷുഡ് ബി ചെക്ക്ഡ് ഒക്കേഷണലി ആൻഡ് സ്ട്രിക്ട്ലി. എപ്പോഴും ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ടാവും അല്ലേ? ചില സമയത്ത് കേൾക്കാറില്ലേ സ്കൂളിലെ കൂളറിൽ എലി ചെത്ത് കിടക്കണമെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ഫ്രീക്വൻറ്റ് ഇൻസ്പെക്ഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് സ്കൂൾസിലൊക്കെ. അല്ലെങ്കിൽ എന്തെങ്കിലും അപകടങ്ങൾ വരും, കുട്ടികൾക്ക് അസുഖം വരാനുള്ള ചാൻസ് ഉണ്ട്.